ഹലോ ഗായ്സ്, അപ്പൊ ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് നമ്മുടെ സ്വന്തം കോഴിക്കോട്ടേക്കാണ്. അപ്പൊ കോഴിക്കോട് വന്ന ഉടനെ തന്നെ ഞങ്ങൾ നേരെ പോയത് കോഴിക്കോട് ബീച്ചിലേക്കാണ്. നല്ല ചൂടായിരുന്നു, അതിന്റെ ക്ഷീണം തീർക്കാൻ നേരെ ഷാപ്പ് റെസ്റ്റോറന്റിലേക്ക് പോയി. അവിടെ നല്ല കൊഞ്ച് ഫ്രൈയും ഫിഷ് ഫ്രൈ ഒക്കെ കൂട്ടി നല്ലൊരു ഉച്ചയൂണും അടിച്ചു. ഒന്നും പറയാനുള്ള ഒരു രക്ഷയില്ലാത്ത ഐറ്റം ആയിരുന്നു. പിന്നെ ഒരു കറക്കമൊക്കെ ഇറങ്ങിയിട്ട് നേരെ പോയി നമ്മുടെ റഹ്മത്ത് റെസ്റ്റോറന്റിലേക്കാണ്. അവിടെ നല്ല നാടൻ കോഴി പൊരിച്ചതൊക്കെ കൂട്ടിയിട്ട് അടിപൊളി ബിരിയാണി, സൂപ്പർ ടേസ്റ്റി ആണ്. അങ്ങനെ അത് കഴിഞ്ഞ് രണ്ട് സുലൈമാനിയെ കടിച്ചിട്ട് താണ്ട കോഴിയുടെ കോലം കണ്ടില്ല. പിന്നെ നേരെ ഞങ്ങൾ ഈവനിങ് വൈബിന് വേണ്ടിയിട്ട് നേരെ കോഴിക്കോട് ബീച്ചിലേക്ക് പോയി. അവിടെ നല്ല അച്ചാറിലിട്ടതും പിന്നെ കല്ലുമേക്കായും കാര്യങ്ങളും എല്ലാം ട്രൈ ചെയ്തു. അതിനുശേഷമാണ് താണ്ട് ഈ ഒരു ഐറ്റം കണ്ടത്. ഐസ് ചുരണ്ടിയിട്ടിട്ടുള്ള ഒരു തരം നമ്മുടെ ഐസ്ക്രീമാണ്. അത് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ താണ്ട് അങ്ങ് ദൂരെ നിന്ന് മനോഹരമായ സംഗീതം ഒഴുകി വരുന്നു. പിന്നെ നേരെ അതിന് പോയി അത് കുറച്ചു നേരം കണ്ടതിന് ശേഷം ബീച്ചിൽ തന്നെ ഒട്ടക സവാരിയും കുതിര സവാരിയും, അങ്ങനെ വേറൊന്നും നോക്കിയില്ല. കുറെ നാളത്തെ ആഗ്രഹമായിരുന്നു. അങ്ങനെ ഞാനും ആലൂട്ടനും കൂടെ കുതിര സവാരിക്ക് പോയി. ഇത്രയൊക്കെ കഴിഞ്ഞപ്പോൾ വീണ്ടും വിശക്കാൻ തുടങ്ങി. നേരെ റൂമിൽ പോയി ഒന്ന് ഫ്രഷ് ആയിട്ട് പിന്നെ നേരെ പോയത് നമ്മുടെ നെഹദി റെസ്റ്റോറന്റിലാണ്. നല്ല ഒന്നും പറയാല്ല ഇടിവെട്ട് കുഴിമന്തിയാണ്. അതെല്ലാം കഴിച്ചു കഴിഞ്ഞ് പോയി കിടന്നുറങ്ങി. അടുത്ത ദിവസം നേരെ ഞങ്ങൾ പോയത് നമ്മുടെ സ്വന്തം പാരഗൺ റെസ്റ്റോറന്റിലേക്കാണ്. ആള് കൂടുതലായിരുന്ന കാരണം ഞങ്ങൾ അവിടുത്തെ കുറച്ച് ഡെസേർട്സ് ഒക്കെ ട്രൈ ചെയ്തു. ദാണ്ട് ഈ ഒരു ഐറ്റമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഇത് ചീസ് കേക്ക് ആയിരുന്നു. നമ്മുടെ ടോക്കൺ വന്നു. അങ്ങനെ ബിരിയാണി എത്തി. ഒരു രക്ഷയില്ലാത്ത ബിരിയാണിയാണ്. ഇത്രയും നമ്മൾ കഴിച്ചതിൽ ഏറ്റവും ടേസ്റ്റി ആയിട്ട് നമുക്ക് തോന്നിയത് ഈ നമ്മുടെ പാരഗൺ റെസ്റ്റോറന്റിലെ ബിരിയാണി തന്നെയാണ്. സത്യം പറയാലോ, ഇന്ത്യയിലുടനീളം സഞ്ചരിച്ചിട്ടുണ്ടെങ്കിലും കോഴിക്കോടത്തെ ആ വൈബും അവിടത്തെ ഫുഡിന്റെ ടേസ്റ്റും അത് വേറെ ലെവലാണ് സുഹൃത്തുക്കളെ. അങ്ങനെ ശാപ്പാടെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ കോഴിക്കോടെല്ലാം ചുറ്റിയടിച്ച് തിരിച്ചു മടങ്ങിയാണ് സുഹൃത്തുക്കളെ. അപ്പൊ കാണാം. ടാറ്റാ, ബൈ ബൈ.